നാട്ടുകാരെല്ലാം പറയുന്നു അയാൾക്ക് ഭ്രാന്താണെന്ന്. കാരണം അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്ന കാര്യം ആ നാട്ടുകാർക്കൊന്നും മനസ്സിലാകാറില്ല. ഒരിക്കൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഒരു പക്ഷിപ്പിടുത്തക്കാരൻ കൂട്ടിലടച്ച നൂറുകണക്കിന് പക്ഷികളെ ആകാശത്തേക്ക് ഇങ്ങനെ പറഞ്ഞയച്ചു. അവരെ സ്വതന്ത്രരാക്കിയ ശേഷം അദ്ദേഹം ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിച്ചു, പക്ഷികൾ പറക്കാനുള്ളവയാണ്. ഉടനെ തന്നെ ആ പക്ഷിപ്പിടുത്തക്കാരൻ അയാൾ ഓടി വന്നു. എന്നിട്ട് ഇയാളെ മർദ്ദിച്ചുകൊണ്ട് പറഞ്ഞു, താൻ എന്തോന്ന് പരിപാടിയാണോ കാണിച്ചത്? ഇത്രയും നാളുകളായി ഞാൻ പിടിച്ചുകൂട്ടിയ, കഷ്ടപ്പെട്ട് പിടിച്ച നൂറുകണക്കിന് പക്ഷികളെയാണ് നീ സ്വതന്ത്രരാക്കിയത്. ഉടനെ അദ്ദേഹം വീണ്ടും അടി വാങ്ങിക്കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, പക്ഷികൾ പറക്കാനുള്ളവയാണ്. അടിസ്ഥാനപരമായി നമ്മൾ എന്താണോ അത് ആകാൻ സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പരാജയം. പറക്കാൻ കഴിയുന്ന പലരും ഓടുകയും ഓടാൻ കഴിയുന്ന പലരും ഇഴയുകയും ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ കഴിവുകളും ശേഷികളും തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുന്നത്. പക്ഷെ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാനായി, നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് നല്ല ആകാശം കൂടി ആവശ്യമുണ്ട്. ചിറകുകൾ ഉണ്ടായാൽ മാത്രം പോരാ, പറക്കാനായിട്ട് നല്ല ആകാശം കൂടി വേണം. ചിറകും ആകാശവും നൽകുന്നവരാണ് യഥാർത്ഥ മാർഗദർശികൾ. അതെ, മറ്റുള്ളവർക്ക് പറക്കാനായിട്ട് നല്ല ആകാശങ്ങൾ നൽകുന്നവരായി നമുക്ക് മാറാം. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.